50,000 നമ്മൾ ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ അതായത് 148 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വാറണ്ടി 2024 പെട്രോൾ ഓട്ടോമാറ്റിക് കമ്പനി വാറണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൂ വീൽ ഡ്രൈവ് ആണ്. അത് 665 നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇവിടെയുള്ള വണ്ടികളെല്ലാം നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് കസ്റ്റമർ വരട്ടെ നമുക്ക് ചോദിക്കുന്നുണ്ട്, വരട്ടെ നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും കുറച്ചായിട്ട് കൊടുക്കാം. 4,85,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് സ്വന്തമാക്കാം. 2017 മോഡൽ 2017 മോഡൽ 580 ആണ് നമ്മൾ ചോദിക്കുന്നത്. 5,80,000 എന്തെങ്കിലും ചെറുതായിട്ട് മലയാള മീഡിയയിലെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് ഫസ്റ്റ് ചോയ്സ് കാലിക്കറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ യൂസ്ഡ് വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്ന ഏക ഷോറൂം മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾ വേണേലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. എഞ്ചിന്, ഗിയർ ബോക്സ്, സസ്പെൻഷൻ തുടങ്ങിയ ഒരുപാട് ഭാഗങ്ങൾക്ക് ഇവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഷോറൂമിന് അങ്ങനെ കൊടുക്കാം. ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റ് വരെ കൊടുക്കുന്നുണ്ട്. ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി മറിക്കണമെന്നില്ല, പക്ഷേ മാന്യമായൊരു പ്രൈസ്. ധൈര്യത്തോടു കൂടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടോളി. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ശരത് ബ്രോ ആണ്. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. സുഖാണല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് നമ്മളെ കോഴിക്കോടിലേക്ക് പോകുന്നത്, അതായത് മലപ്പുറം കോഴിക്കോട് ബൈപ്പാസിലാണ് വരുന്നത്. ഫറോക്ക് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് മഹീന്ദ്ര ഷോറൂം. ഇറാ മോട്ടോഴ്സിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മൾ നമ്പർ കാര്യങ്ങൾ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിലും അതുപോലെ തന്നെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കില്ലേ? ഇപ്പൊ ഏകദേശം എത്ര വാഹനങ്ങൾ നമ്മൾ ഈ ഒരു ഇതിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത് 24 വണ്ടികളോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറന്റ് സ്റ്റോക്ക് ഉണ്ട്. 24 വാഹനങ്ങൾ കറക്റ്റ്. ഓക്കെ. എല്ലാ വേരിയന്റും ഉണ്ട് അല്ലേ? എല്ലാ വണ്ടികളും എല്ലാ ബ്രാൻഡിന്റെ വാഹനങ്ങളും ഉണ്ട്. ഓക്കെ. അഫോർഡബിൾ പ്രൈസ് വിത്ത് വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് കേട്ടോ. 2 വർഷം വാറണ്ടി. ഓക്കെ. അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും അല്ലേ? മാർക്കറ്റ് കൂടുതലാണ് അങ്ങനെയൊന്നും പറയാനുള്ള ഇട വരുത്തരുത്. ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് ഉണ്ടാവുന്ന പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണുള്ളത്. അതിന്റേതായ പ്രൈസ് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികൾ ഗ്യാരണ്ടി ആയിട്ടുള്ളത്. മേജർ ആക്സിഡൻസ് വരുന്ന വണ്ടികൾ ഇതൊന്നും നമ്മൾ എടുത്ത് വെക്കാറില്ല. ഇനി നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും വണ്ടി ചെക്ക് ചെയ്യിക്കാം. ഓരോ ബ്രാൻഡഡ് വണ്ടികളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇനി അഡീഷണലി ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം. നേരെ വീഡിയോയിലേക്ക് പോവാം. കമോൺ ഗൈസ്. ആദ്യമായിട്ട് ജനപ്രിയ വാഹനമായിട്ടുള്ള മഹീന്ദ്ര താറിനെ പരിചയപ്പെടാം. ഇത് ഏതാ മോഡൽ വരുന്നത്? 2024 പെട്രോൾ ഓട്ടോമാറ്റിക് കമ്പനി വാറണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 4x4 ടൂ വീൽ ആണോ? ടൂ വീൽ ഡ്രൈവ് ആണ്. ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. പെട്രോൾ എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് കുറയും, പക്ഷെ മൈലേജിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു 10 താഴെയായിട്ട് നമ്മൾ കണ്ടാൽ മതി. 10 താഴെ നമ്മുടെ ഡ്രൈവിനനുസരിച്ചിരിക്കും. ഒരു 10 താഴെ നമുക്ക് ടൂ വീലിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2024 മോഡൽ വണ്ടിയാണ് കേട്ടോ. 6000 കിലോമീറ്റർ മാത്രം 24 മോഡല്. കുറച്ച് മാസമായിട്ടുള്ളൂ. അപ്പൊ കമ്പനി വാറണ്ടി ഒക്കെ ഉണ്ടാവൂലേ അല്ലേ? തീർച്ചയായിട്ടും കമ്പനി വാറണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഈ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ. ഇന്ത്യൻ മോട്ടോഴ്സ് തന്നെ താറോക്സ് എടുത്ത സമയത്ത് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയായിരിക്കും അല്ലേ? ഓക്കെ. ഓക്കെ. സീറ്റില്ല, കവർ പോലും പൊട്ടിക്കാത്ത വെറും 6000 കിലോമീറ്റർ ഓടി വണ്ടി. പുതിയത് ഇറങ്ങുമ്പോൾ എത്ര വില ഉണ്ടായിരുന്നത്? ഓൾമോസ്റ്റ് ഇതിന് 18 അടുത്തേക്കായിട്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 14,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ വരട്ടെ നമുക്ക് കുറച്ച് കൊടുക്കാം. 14,000 വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ പുതിയ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് കുറഞ്ഞപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് വീട്ടിലൊക്കെ നിർത്തിയിടാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. ഓക്കെ. പെട്രോൾ താർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് സ്വന്തമാക്കാൻ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് കേട്ടോ. വാറണ്ടി ഓൾറെഡി ഉള്ള വാഹനം. LX ഹാർഡ് ടോപ്പ് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സ്വിഫ്റ്റ് പരിചയപ്പെടാം. ZXi ആണോ? ZXi ആണ്. ഓക്കെ. മോഡൽ എത്ര? 2019 മോഡൽ ZXi ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. AMT ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. അപ്പൊ ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ആകെ 40 അടുത്തേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടി ഡബിൾ ടു ഉള്ള ഫാൻസി നമ്പർ അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണ്. നമ്മുടെ സൈഡിൽ നിന്ന് 2 വർഷത്തെ വാറണ്ടി, വണ്ടി റോഡ് സൈഡ് അസിസ്റ്റ് ഉള്ള വണ്ടി. ഓക്കെ. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി സെറ്റ് വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ് വാഹനം. മൈലേജ് ഒരു 10-12 പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. 12 അല്ല, നല്ല ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ എത്രയാണ് നമ്മൾ ഈ ZXi വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് 6 നമ്മൾ ചോദിക്കുന്നുണ്ട്, വിത്ത് വാറണ്ടി ആണ് കേട്ടോ. അതായത് 2 വർഷത്തെ വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. 6 നമ്മൾ ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് വരട്ടെ, നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും കുറച്ചായിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് i20 പുതിയ മോഡൽ i20 ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി വാഹനം കൊടുക്കാം. റെഡ് കളർ അല്ലേ, സ്പോർട്സ് ആണോ? സ്പോർട്സ് വേരിയന്റ് വരുന്ന 2021 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് ആണ്. ഏകദേശം 33,000 കിലോമീറ്ററിന് അടുത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഡിപ്പെൻഡ് ഓൺ ഡ്രൈവ് ആണ്. ഒരു 13 മുതൽ 15 വരെയാണ് നമ്മൾ നോർമലി പറയാറ്. അത് ഡിപ്പെൻഡ് ഓൺ അവർ ഓടിക്കുന്ന പോലെയാണ്. എന്തെങ്കിലും റീപ്ലേസ് വണ്ടിക്ക് റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ് കേട്ടോ. അത് അവർ ഫസ്റ്റ് ടൈം എടുത്ത സമയത്ത് ജസ്റ്റ് സൈഡിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമേ മാറിയിട്ടുള്ളൂ. അതെ, ഗ്ലാസ് മാറിയിട്ടില്ലല്ലോ. അപ്പൊ വലിയ ആക്സിഡന്റ് ഹിസ്റ്ററിയിലുള്ളതാണ്. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ മേജർ ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഗ്ലാസ് ക്രാക്ക് ആവുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ് സ്പോർട്സ് വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്നത് 665 നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇവിടെയുള്ള വണ്ടികളെല്ലാം നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് കസ്റ്റമർ വരട്ടെ, നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും വാറന്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, വാറന്റി ഉണ്ടാവും, 1 ഇയർ റോഡ് സൈഡ് സിസ്റ്റം. ഈ വാഹനങ്ങൾക്കൊക്കെ ലോണും കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയാൻ മറന്നു, ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ ലോൺ എന്തായാലും ചെയ്തു കൊടുക്കാം. അതിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പോലും നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. ട്രാക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഡിപ്പെൻഡ് ഓൺ പ്യൂർലി കസ്റ്റമറുടെ ട്രാക്ക് പോലെയാണ് ഉണ്ടാവുക. പക്ഷെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും മാക്സിമം നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അതിന്റെ കാര്യം നിങ്ങൾക്ക് എന്തുവിധ സപ്പോർട്ട് വേണമെങ്കിലും ഇവർ ചെയ്തു തരും. ഇനിയിപ്പോൾ 7 സീറ്റിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനം നോക്കുകയാണെങ്കിൽ, സേഫ്റ്റിയിൽ യാത്ര ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് XUV 500 കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2019 മോഡലാണ്, W7 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പക്ഷെ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയില്ലേ? ഇത് ആകെ 48,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ടയർ ഒരു ആവറേജ് ടയറാണ്. അതായത് 40ന്റെ ഓട്ടം ഓടിയിട്ടുണ്ടല്ലോ. അപ്പം അതിന്റേതായ കമ്പനി ടയർ. അതെ, അവർ മാറ്റി ഫ്രണ്ടിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ആവറേജ് കാണുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്. ഇല്ലല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വണ്ടി പുതുതായി നമ്മുടെ അടുത്ത് വന്ന വണ്ടിയാണ്. ഇതിൽ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല സീറ്റ് ഹൗസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC ഒക്കെ വരുന്ന വാഹനം കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള നമുക്ക് വേണമെങ്കിൽ മഹീന്ദ്രയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പൊ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്? നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് 9.25 നമ്മൾ ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ അതായത് 148 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വാറന്റി ഇൻക്ലൂഡ് ആണ്. നമുക്ക് 2 വർഷം വാറന്റി നമുക്ക് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തായിട്ട് സെഡാൻ വാഹനം കാണുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ പറഞ്ഞൂടെ ഇതിന്റെ? പിന്നെന്താ, തീർച്ചയായിട്ടും. 2016 മോഡൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. അപ്പൊ 20 അടുപ്പിച്ച് മൈലേജ് കിട്ടൂലേ? തീർച്ചയായിട്ടും. ഓക്കെ, സിയാസ് ആണ്. എത്ര കിലോമീറ്റർ കാണും നിലവിൽ? ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? 110 വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഡീസലാണ്, മൈലേജ് ഉണ്ട്, മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല ഓടും. ആളുകൾ കൂടുതലായിട്ട് സെഡാൻ കാറ്റഗറിയിൽ അന്വേഷിക്കുന്ന തീർച്ചയായിട്ടും അല്ല, യാത്ര കംഫർട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഓക്കെ, മാരുതിന്റെ ഒരു പ്രീമിയം വാഹനം. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എടുത്താൽ മതി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, കീലെസ് എൻട്രി ഒക്കെ വരുന്ന വാഹനമാണ്. കമ്പനി അലോയ് വീലും വരും അല്ലേ? ബാക്കിൽ വെന്റിലേറ്റഡ് AC വരുന്നുണ്ട്, റിയർ AC വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ 5.25 നമ്മൾ ചോദിക്കുന്നുണ്ട്, സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും ഇനി അല്ലേ? ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം. നല്ല ട്രാക്ക് നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പോകാം. ഇതിന്റെ അതേ കാറ്റഗറി വരുന്ന ഒരു വണ്ടി കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഒരു അത്യാവശ്യം മാരുതിയിൽ പ്രീമിയം എന്ന് പറയുന്നത്, മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റിലേക്ക് കിടക്കാം. എസ്ക്രോസ്, അത് ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഇത് പറഞ്ഞ പോലെ തന്നെ 20 അടുപ്പിച്ച് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20+ കിട്ടുന്ന ആളുകളും ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ടയർ നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തൊരു അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് ടയർ വരുന്നത്.
2017 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 96,000 കിലോമീറ്ററിന്റെ അടുത്താണ് വണ്ടി. ലാസ്റ്റ് വരെ പറഞ്ഞ ലാസ്റ്റ് വരെ സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണ്. ആള് പുതിയ ഷേപ്പിലേക്ക് ഹെഡ്ലാമ്പ് മാറിയിട്ടുണ്ട്. പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് കാര്യങ്ങൾ DRL ഒക്കെ വരുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ലെതർ സീറ്റ്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, പവർ വിൻഡോസ് വരുന്ന വാഹനം. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്നത് 730 നമ്മുടെ ചോദ്യം വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, മാക്സിമം ലോണും കിട്ടും, വാറണ്ടി കിട്ടൂല? ഇനി വാറണ്ടി ഇൻക്ലൂഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആള് അലോയ് കമ്പനി അലോയ് മാറ്റി പ്ലാറ്റിയുടെ അലോയ് ആള് ചെയ്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് തരുന്ന ഒരു അലോയിലും കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബലേനോ പരിചയപ്പെടാം. അത് വൈറ്റ് കളർ ഡീസലോ പെട്രോളാ? പെട്രോൾ വണ്ടിയാണ്. സെയിം 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 17 വരെ നമുക്ക് കുഴപ്പമില്ലാത്ത ഡ്രൈവില് മൈലേജ് കിട്ടും. 15-17 റേഞ്ചിലാണ് മൈലേജ് ഉണ്ടാവാറ്. അപ്പൊ ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 83,000 കിലോമീറ്റർ. നോർമലി ഒരു 8 വർഷത്തെ നോർമൽ ഓട്ടം. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് സർവീസ് കാര്യങ്ങളൊക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ടയർ നോക്കുകയാണെങ്കിൽ ഒരു ടയർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അതായത് മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പവർ വിൻഡോ, മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഫീച്ചർ ലോഡ് ആയിട്ട് തന്നെയാണ്. റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ല, റയർ വൈപ്പർ ഉണ്ടാവില്ല, അലോയ് വീൽ ഉണ്ടാവില്ല. ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ പ്രൈസ് എത്രയാണ്? നമ്മൾ വിത്ത് 1 ഇയർ വാറണ്ടി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 580 നമ്മൾ ചോദിക്കുന്നത്. 5,80,000. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും എസ്ക്രോസ് പരിചയപ്പെടാം. ഇത് കുറച്ച് ക്വാളിറ്റി കൂടി വണ്ടിയാണോ? സെയിം ഡീസൽ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കുറച്ച് കിലോമീറ്റർ, അതായത് 1:20 വണ്ടി ഓടിയിട്ടുണ്ട്. ബോഡി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട്. ഈ 1:20 വരെ സർവീസ് പ്രോപ്പർ ആണ് വണ്ടിയിൽ. പക്ക കമ്പനി സർവീസ് ആയിരിക്കും അല്ലേ? ചെറിയൊരു റീപ്ലേസ് എന്ന് പറയാനായിട്ടുള്ള ഒരു ബോണറ്റ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അതും കമ്പനി ഹിസ്റ്ററിയിൽ എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊന്നും ചേഞ്ച് ആയിട്ടില്ല. ടയേഴ്സ് എത്ര വരുന്നുണ്ട്? ടയേഴ്സ് ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഏകദേശം ഒരു 70-80% ടയേഴ്സും വരുന്നുണ്ട്. 80% ടയർ വരുന്നുണ്ട്. 4 അലോയ് വീൽസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ, ഡീഫോഗർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന, കീലെസ് എൻട്രി വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെയുള്ള വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 6.25 ആണ്. 6.25 ഡീസൽ ഉണ്ടാവില്ല. ഓക്കെ, അതായത് അത് 2017 ആൽഫ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 2017 സീറ്റ് ആണ്. തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അതിൽ വരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ലോ പ്രൈസിൽ ഈ ഒരു വാഹനം കൂടി സ്വന്തമാക്കാം. അപ്പൊ അടുത്ത ചെയ്യാവുന്നതാണ്. ലോൺ മാക്സിമം ചെയ്തു. തീർച്ചയായും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് i20 പറയാം. ഇത് എത്ര മോഡൽ കാര്യങ്ങളൊക്കെ? എലൈറ്റ് i20 2017 മോഡലാണ്. നമ്മുടെ ഈ സെക്ഷനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും 2017 ആണ്. 2017-18 ലെവലാണ് വരുന്നത്. ഇത് 2017 സ്പോർട്സ് വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, വണ്ടി ഓടിയിട്ടുള്ളത് 88 ഫാൻസി നമ്പർ ഉണ്ട്. ഫാൻസി നമ്പർ ആണ്. സ്പോർട്സ് ഓപ്ഷൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം കൂടിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ ഏകദേശം നമുക്ക് എത്ര കിലോമീറ്റർ പറയാം? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ i20 ഓൾമോസ്റ്റ് എല്ലാം 13-15 റേഞ്ചിൽ പെട്രോൾ വണ്ടികളെല്ലാം നമുക്ക് മൈലേജ് വരുന്നത് ആ രീതിയിലാണ്. ബാക്കിയെല്ലാം പ്യുവർലി നമ്മുടെ ഡ്രൈവ് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, അപ്പൊ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4,85,000 ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഓൾമോസ്റ്റ് 83,000 കിലോമീറ്ററിന് അടുത്ത് വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, 4,85,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് സ്വന്തമാക്കാം. 2017 മോഡൽ വണ്ടി. മാക്സിമം ലോണും കിട്ടും അല്ലേ? മാക്സിമം ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ജാസ് പരിചയപ്പെടാം. അത് ഫസ്റ്റ് ചോദിക്കുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഓക്കെ, അതായത് പാഡൽ ഷിഫ്റ്റ് അടക്കം വരുന്ന വണ്ടി. അതായത് കുറച്ച് കംഫർട്ട് ഉള്ള വണ്ടിയാണ് ജാസ്. ലേഡീസ് സുഖമായിട്ട് കൊടുക്കാം. കാരണം CVTക്ക് വരുമ്പോ പുറകിലോട്ട് ഇറങ്ങുന്ന ഒരു കയറ്റത്തിലൊക്കെ നിർത്തുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ധൈര്യമായിട്ട് ഏത് റോഡിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടടക്കാം. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഗിയർ ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഒരു ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഒരു പ്രോബ്ലംസ് ഇല്ലാത്തൊരു വാഹനമാണ്. ഇത് മോഡൽ എത്രയാണ്? 2019 VX അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ ഇത് നമുക്ക് 76 ഓടിയിട്ടുണ്ട് വണ്ടി. 76,000 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ്.
ജെനുവിൻ കിലോമീറ്റർ, പക്ക പ്രോപ്പർ ആയിട്ട് സർവീസ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. പക്ക ജെനുവിൻ ആണല്ലേ? ജെനുവിൻ, അതായത് നമ്മൾ ലാസ്റ്റ് വരെ സർവീസ് എല്ലാം പ്രോപ്പർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹോണ്ടയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും അവിടെ നാളെ കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ വിത്ത് വാറന്റിയാണ് നമ്മൾ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 2 വർഷത്തേക്ക് വാറന്റി ഉണ്ടാവും. 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്? നമ്മൾ ഇതിനൊരു 740 കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് കസ്റ്റമർ എന്തായാലും വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, തീർച്ചയായും. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടി ഉണ്ട്, ചെറിയ സ്പേസ് ഉള്ള, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ പോളോ എത്ര മോഡല്? 2013 ഡീസൽ TDI ആണ്. TDI ഓപ്ഷൻ. എന്തെങ്കിലും ഈ പോളോ പഴയ മോഡലാകുമ്പോൾ ഡീസൽ ആകുമ്പോൾ എല്ലാവർക്കും ഭയാണ്, ഇഞ്ചക്ടർ പോയിട്ടുണ്ടാവും. ഇതിന് മെക്കാനിക്കൽ വൈസിൽ ഒരു പ്രശ്നങ്ങളും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ, നിങ്ങൾക്ക് എവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നോക്കി എടുത്തോളി. മൈലേജ് കിട്ടും ഏകദേശം ഒരു 18-20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന ഈ ഒരു വാഹനത്തിന് എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? നമുക്കൊരു 2.5 ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇയോൺ കാണുന്നുണ്ട്. എത്ര മോഡൽ? 2012 മോഡൽ ഇതുപോലെ തന്നെ ചെറിയ കാശിന് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്, ആകെ 50,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയ വണ്ടി. എത്ര ആസ്കിണ്? നമുക്ക് 1.60 നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് ഒരു EV കാണുന്നുണ്ട്. EV വളരെ റയർ ആയിട്ട് കാണുള്ളൂ. ഇത് 2021 മോഡൽ XZ+ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. 350 പ്രൈം ആണ് വരുന്നത്. റേഞ്ച് 350 കിലോമീറ്റർ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്കൊരു 10.75 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 10,70,000 കിലോമീറ്റർ. എത്രയാണ് കിലോമീറ്റർ? ആകെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 51,000 ഓടിയിട്ടുള്ളൂ. നോർമൽ, അതായത് അധികം ഓട്ടം ഓടിയിട്ടില്ല വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ EV നമുക്ക് കൊടുക്കാം. നല്ലൊരു പ്രൈസ് ഡിഫറൻസിൽ കൊടുക്കാം. എത്തിയോസ് കാണുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര കൊടുക്കാം? ഡീസൽ വണ്ടിയാണ്, 2013 വണ്ടിയാണ്. വന്നോളൂ, സംസാരിക്കാം. നമുക്ക് കുറഞ്ഞ റേറ്റിന് നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കോളൂ. ചെറുതായിട്ട് ചെറിയ പ്രൈസിന് കൊടുത്തൂടെ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഹുണ്ടായിന്റെ വെന്യൂ ഉണ്ട്, അതുപോലെ തന്നെ 7 സീറ്റർ ആയിട്ടുള്ള ബെലേറോ ഉണ്ട്, അതുപോലെ തന്നെ ഡസ്റ്റർ ഉണ്ട്. ഈ ഡസ്റ്റർ എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് 2016 മോഡൽ വണ്ടിയാണത്. നിങ്ങൾ വന്നോളൂ, നമുക്ക് സംസാരിക്കാം. നമുക്കൊരു 4.85 ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ കൊടുക്കാം. അതെ, RX ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ. അടുത്തായിട്ട് നമുക്ക് ബൊലേറോ പരിചയപ്പെടാം. ഡീറ്റെയിൽ 2017 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 120 സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട്. എത്ര എക്സ്പെക്ട് ചെയ്യണേ? നമുക്കൊരു 7.25 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിൽ നമുക്ക് വേണമെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് വെന്യൂ എത്ര ചോദിക്കണേ? വെന്യൂ നമുക്ക് റേറ്റ് ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ വണ്ടിയുടെ പ്രൈസ് മാക്സിമം ഡിപ്രീസ് ചെയ്ത് ചെറിയൊരു പ്രൈസിന് കൊടുക്കണം. അപ്പൊ എന്താണ് ഇതൊക്കെ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കാരണം? നമ്മൾ മാക്സിമം സെയിൽ നടക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്കുള്ള എന്ത് ചെയ്യാം, കസ്റ്റമർ ഇങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് മാക്സിമം നമ്മുടെ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. അപ്പം ആരും പ്രൈസിന്റെ പേരിൽ ആരും തെറ്റിപ്പോകണ്ട. അതെ, ക്വാളിറ്റി അനുസരിച്ചുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും കിട്ടും. ആ കാര്യത്തിൽ നമ്മൾ വിത്ത് വാറന്റി കൊടുക്കാം. അതെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾ ഓക്കെ ആയിട്ട് മാത്രം ഇവിടുന്ന് വണ്ടി എടുത്താൽ മതി. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഗ്യാരണ്ടി നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ്. അപ്പൊ ഇതാണ് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് കാലിക്കറ്റ് ഷോറൂമിലെ സ്റ്റോക്കില് അത്യാവശ്യം ഹ്യൂജ് സ്റ്റോക്ക് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വണ്ടികൾ വേണമെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും. മാത്രമല്ല 2 ഇയർ വാറന്റി, 1 ഇയർ റോഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണല്ലേ. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോളി. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഫറോക്ക് ചുങ്കം ഇറാം മോട്ടോഴ്സ് മഹീന്ദ്രയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്പർ കാറിലൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.